എല്ലാവർക്കും ഭൂലോകം ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു പ്രകൃതി ദുരന്തമാണ് ലോസ് ആഞ്ചൽസിലെ കാട്ടുതീ. അനവധി ദിവസങ്ങളായി ആളിപ്പടർന്നുകൊണ്ട് അമേരിക്കയിലെ ഒരു ഭൂഭാഗത്തെയാകെ കാർന്നു തിന്നുന്ന ഈ കാട്ടുതീ അണയ്ക്കാൻ ലോകത്തെ വൻ ശക്തിയായ അമേരിക്കയ്ക്ക് പോലും സാധിക്കുന്നില്ല. ലോക സിനിമയുടെ ആസ്ഥാനമായ ഹോളിവുഡിനെ വിഴുങ്ങിക്കൊണ്ട് ആ കാട്ടുതീ ഇന്നും ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളെ പുനരധിവസിപ്പിക്കേണ്ടി വന്ന ഈ ദുരന്തം ലോകത്തെ തന്നെ പിടിച്ച് ഉലയ്ക്കുന്നതാണ്. കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ തീ അണയ്ക്കുന്നതിൻ്റെ ഭാഗമായി വലിയ അളവിൽ ഹെലികോപ്റ്ററുകൾ വഴി വെള്ളം സ്പ്രേ ചെയ്യുന്നതിൻ്റെ അടക്കം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കാണാം. എന്നാൽ തീ അണയ്ക്കുന്നതിനായി പിങ്ക് നിറത്തിലുള്ള ഒരു പൊടി വിതറുന്നതും അത് ആളുകളുടെ വീടുകൾക്കും കാറുകൾക്കും മുകളിൽ തങ്ങി നിൽക്കുന്നതിൻ്റെയുമൊക്കെ ചിത്രങ്ങൾ പിന്നീട് പ്രചരിച്ചു. ലോസ് ആഞ്ചൽസിലെ ജനതയ്ക്ക് ഇന്നിതൊരു സ്ഥിരം കാഴ്ചയായി മാറിയിട്ടുണ്ട്. അമേരിക്കയിൽ 1963 മുതൽ തന്നെ തീ പടരുന്നത് തടയുന്നതിനായി ഉപയോഗിക്കുന്ന ഫോസ്റ്റെക് എന്ന വസ്തുവാണ് ഈ പിങ്ക് നിറത്തിലുള്ള പൊടി. പെരിമീറ്റർ സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ് ഫോസ്റ്റെക് ഉൽപ്പാദിപ്പിക്കുന്നത്. തീ പടർന്നു പിടിക്കുന്നത് തടയുന്നതിനായി ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തുവാണിത്. ഈ പൊടി വീണ് കിടക്കുന്ന സ്ഥലം, വീട്, വാഹനങ്ങൾ തുടങ്ങിയവ പെട്ടെന്ന് കണ്ടുപിടിക്കാനും ആളുകളെ രക്ഷിക്കാനും സാധിക്കുമെന്നതിലാണ് ഈ നിറം നൽകിയിരിക്കുന്നത്. ഉൽപ്പാദകർ പറയുന്നത് ദിവസങ്ങളോളം സൂര്യവെളിച്ചം തട്ടുന്നതിനനുസരിച്ച് ഈ പൊടിയുടെ നിറം മങ്ങുകയും സാധാരണ നിറത്തിലേക്ക് മാറുകയും ചെയ്യും. തീ പടരുന്നിടത്ത് നേരിട്ട് ഈ പൊടി വിതറുന്നതിന് പകരമായി തീ പിടിക്കുന്നത് തടയാനായി മുൻകൂട്ടി ഈ പൊടി വിതറിയിടാറുണ്ട്. തീ കത്താൻ സഹായിക്കുന്ന വാതകമായ ഓക്സിജനെ തടയുകയാണ് പ്രധാനമായും ഇത് ചെയ്യുന്നത്. മാത്രമല്ല, തീ കത്തിപ്പടരുന്നതിൻ്റെ വേഗം കുറയ്ക്കാനും ഈ പൊടി സഹായിക്കുന്നു. ഉപ്പും അമോണിയം പോളിഫോസ്ഫേറ്റുമാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ. വലിയ വെല്ലുവിളി നേരിടുന്ന പ്രദേശങ്ങളിൽ വെള്ളത്തേക്കാൾ ഉപകാരപ്രദമാണ് ഫോസ്റ്റെക്. വെള്ളത്തേക്കാൾ അധികം നേരം ഇത് നിൽക്കുമെന്നും വെള്ളം ആവിയായി പോകുന്നത് പോലെ പെട്ടെന്ന് ഈ പൊടി ആവിയായി പോകില്ലെന്നതുമാണ് ഫോസ്റ്റെക്കിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന്. എന്നാൽ ഇതിന് ചില പരിമിതികളുമുണ്ട്. വലിയ തോതിൽ കാറ്റ് വീശുന്ന സമയങ്ങളിൽ ഹെലികോപ്റ്ററുകൾ വഴി ഈ പൊടി വിതറാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ ഫലപ്രദമാകണമെന്നില്ല. ഇത്തരം ഘട്ടങ്ങളിൽ പൊടി വീഴുമ്പോൾ തന്നെ അത് ചിതറിപ്പോവുകയും കൃത്യമായി തീ കുറയ്ക്കേണ്ടിടത്ത് എത്താതിരിക്കുകയും ചെയ്തേക്കാം. കാട്ടുതീ പോലെ അപകടകരമായ രീതിയിൽ തീ പടർന്നു പിടിക്കുന്ന സ്ഥലങ്ങളിൽ ഫോസ്റ്റെക് പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഫലപ്രദമാണെങ്കിലും മനുഷ്യരുടെ ആരോഗ്യവും ആവാസ വ്യവസ്ഥയും സംബന്ധിച്ച് ചില ആശങ്കകൾ പരിസ്ഥിതി വിദഗ്ധർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇത്തരം കെമിക്കലുകൾ പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയാണെന്നതാണ് വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത്. വർഷാവർഷം ലക്ഷക്കണക്കിന് ഗാലൻ പദാർത്ഥങ്ങളാണ് കാട്ടുതീ അണയ്ക്കുന്നതിന് മറ്റുമായി പ്രദേശത്തെ ഹെലികോപ്റ്ററുകൾ വഴി വിതറുന്നത്. ഇത് വന്യജീവികളുടെ ആരോഗ്യത്തിനും മനുഷ്യരുടെ ആരോഗ്യത്തിനും ഹാനികരമാകുന്നു. നദികളും പുഴകളും മറ്റും ഇത്തരം കെമിക്കലുകൾ വീണ് മലിനമാകുന്നതായും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കാട്ടുതീയുടെ തീജ്വാലകൾ കാർന്നു നിന്ന ലോസ് ആഞ്ചൽസിൻ്റെ തെരുവുകളെന്ന് പിങ്ക് നിറമാണ്. അതിശൈത്യവും കനത്ത ശീതക്കാറ്റും കാട്ടുതീയുടെ രൂപത്തിൽ ലോസ് ആഞ്ചൽസിനെ കീഴ്പ്പെടുത്തുമ്പോൾ പ്രതിരോധ മാർഗമെന്നോണമാണ് സർക്കാർ പിങ്ക് പൗഡർ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും എല്ലാം വിതറുന്നത്. ലോസ് ആഞ്ചൽസിൽ തീ ആളിപ്പടർന്ന ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഗാലൻ ഫോസ്റ്റെക് സൊല്യൂഷനാണ് ഇവിടെ ഉപയോഗിച്ചത്.